ഇതിനോടകം 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരുന്ന നമ്മുടെ മെറിറ്റ് മെഡൽ പ്രോഗ്രാമിന്റെ 7ാമത്തെ ജില്ലയിലാണ് ഞാനിപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. ഏതാണ് ജില്ലയെന്നല്ലേ? മറ്റെങ്ങുമല്ല, കോഴിക്കോട്. അപ്പോൾ ഈ വർഷത്തെ SLC പരീക്ഷയിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ മിടുക്കന്മാരെയും മിടുക്കികളെയും ഒക്കെ നമ്മൾ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററും അതുപോലെ തന്നെ മലയാള മനോരമയും ചേർന്ന് അനുമോദിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചടങ്ങിന്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഉത്തരമേഖല IG ആയിട്ടുള്ള K. സേതുരാമൻ IPS അവർകളാണ്. അതോടൊപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള നിരവധി വ്യക്തികളും ഇന്നത്തെ ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട്. മറ്റെല്ലാ ജില്ലകളിലെയും പോലെ തന്നെ 1000-കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഇന്നത്തെ നമ്മുടെ ചടങ്ങിന്റെയും ഭാഗമാകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രോഗ്രാമിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇനി ഭാവി എന്ത് ചിന്തിക്കണമെന്ന് ആദ്യം കണ്ടുപിടിക്കേണ്ടത് കണക്കുകൾ കൂടിയാണ്. അട്ടാമിക് ബോംബ് കണ്ടുപിടിച്ചു. പക്ഷെ അട്ടാമിക് ബോംബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഐൻസ്റ്റീൻ E=mc², മാറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ടു മാസീവ് എമൗണ്ട് ഓഫ് എനർജി എന്ന് മനസ്സിലാക്കി അദ്ദേഹം അന്ന് പ്രസിഡന്റ് റൂദർഫോർഡ് കത്തെഴുതി കൊണ്ടാണ് അട്ടാമിക് ബോംബ് ഉണ്ടായത്. അല്ലെങ്കിൽ ആര്യപ്പെട്ട നവഗ്രഹങ്ങളുണ്ട്. എർത്ത് ഈസ് നോട്ട് ഇൻ ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ്. സോളാർ സിസ്റ്റത്തിനകത്ത് സണ്ണാണ്, സൂര്യനാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് മധ്യത്തിലുള്ളത് എങ്ങനെ കണ്ടുപിടിച്ചു? കണ്ടുപിടിക്കുന്നത് കണക്ക് കൂടിയാണ്. ആര്യഭട്ടയായാലും കോപ്പർനിക്കസിനായാലും ആ കാലഘട്ടം കണ്ടുപിടിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സബ് പാർട്ടിക്കലിനകത്ത് എന്താ സംഭവിക്കുന്നത്, എത്ര ആറ്റമുണ്ട്, ആറ്റമിനകത്ത് ഇലക്ട്രോൺ ഉണ്ട്, ഇലക്ട്രോണിനകത്ത് എന്താ ഉള്ളത്, അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ക്വാർക്സ് ഉണ്ട്, മറ്റൊന്നുണ്ട്. കണ്ടുപിടിക്കുന്നത് മാത്തമാറ്റിക്കലി കണ്ടുപിടിച്ചതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ സെറിൻ ലാബിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് ഓബ്ജക്റ്റ് ഓർ എ മാക്രോസ്കോപ്പിക് യൂണിവേഴ്സ്, all depends upon your skill in mathematics. If you want to be a superpower, if you want to achieve something, you should be innovative in mathematics and science. അതുകൊണ്ട് ഇതുപോലെ നല്ല ഒരു ബ്രില്യൻ സ്റ്റഡി സെൻ്ററിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്, നിങ്ങളെപ്പോലെ മിടുക്കറായ കുട്ടികൾ കണ്ടുമുട്ടിയത് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ് ടു യു, ബെസ്റ്റ് വിഷസ്. തീർത്ത ഞങ്ങളെല്ലാവരും പ്രോവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് സ്വരലയ. എൻ്റെ പേര് ദേവനന്ദ. എൻ്റെ പേര് ഫാമി. ഞങ്ങൾ ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു അവാർഡിങ് സെറമണീനെ പറ്റി അറിഞ്ഞത് പേപ്പറിലൂടെയാണ്. സോ പേപ്പറിൽ കണ്ടപ്പം ഞങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് വന്നതാണ്. പിന്നെ ബ്രില്യൻറ്റിൽ എൻ്റെ ഒരു കസിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്നിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അവർ BSc നഴ്സിങ്ങിന് പഠിക്കുകയാണ്. നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ബ്രില്യൻറ്റ്. ഞങ്ങളെല്ലാവരും ഇനി അവിടേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു. ഹായ്, അപ്പം എൻ്റെ പേര് ചൈതന്യ കൃഷ്ണ. വേദ ചേവി. നിവേദിത. അലീഷ. അപ്പം ഞങ്ങളെല്ലാവരും എന്നത് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്.
അപ്പം ഞങ്ങൾ ഇതിനെപ്പറ്റി അറിയാൻ കാരണം പേപ്പറിൽ ഇത് ബ്രില്യൻറ്റ് പാല ഇങ്ങനെ അവാർഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ന്യൂസ് വന്നപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്നതും പിന്നെ QR കോഡ് ഒക്കെ സ്കാൻ ചെയ്ത് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ നല്ല ഗൈഡൻസോടെയാണ് എല്ലാം ചെയ്യുന്നത്. കാരണം എല്ലാം കറക്റ്റായിട്ട് നല്ലതായിട്ട് പോകുന്നുണ്ട്. കാരണം ഇരിക്കാനൊരു സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ലൈനായിട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യിപ്പിക്കാതെ വേഗം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇവിടുന്ന് ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നു. ആൻഡ് നല്ലതാണ്. പിന്നെ എൻ്റെ കസിന് ബ്രില്യൻറ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പം കസിന് വളരെ നല്ല അഭിപ്രായമാണ്. നന്നായിട്ടാണ് ടീച്ചിങ് ഒക്കെ പോകുന്നത് പാലയിൽ നിന്നാണ് പറയുന്നത്. അവർക്കും അവിടെ നല്ല അഭിപ്രായമാണ് ഇതിനെ പറ്റിയിട്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഭയങ്കര സന്തോഷം ഇവിടെ വന്നതിൽ. പിന്നെ ഈ അവാർഡും മെഡലൊക്കെ തന്നതിന് ബ്രില്യൻസ് പാലയിനോട് ഒരുപാട് താങ്ക്സ്. പിന്നെ മലയാള മനോരമയോടും അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു. ഐഡിയാസ് ആൻഡ് ക്രോണീസ് ആൻഡ് ബഡ്ഡീസ്. ഈ പരിപാടിയിൽ ഞാൻ വരാതിന് കാരണം എൻ്റെ കസിനായിട്ടുള്ള ബ്രില്യൻറ്റിൽ ട്യൂഷനിൽ പഠിച്ചൊരു വിദ്യാർത്ഥി അങ്ങോട്ട് പറഞ്ഞതാണ് അങ്ങനെ പരിപാടി നിങ്ങളെല്ലാം പങ്കെടുത്തോളൂ, നല്ല സീസ്റ്റ് ആയിരിക്കും, നല്ല ബാനൻ്റ് ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ടുള്ളത്. എൻ്റെ പേര് മുഹമ്മദ് ആദിം KK. ഞാൻ മജ്മ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. ഇന്ന് ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. നല്ലൊരു മെഡലും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും കിട്ടി. പിന്നെ ഫ്യൂച്ചറായിട്ട് പ്ലാൻ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചും നല്ലൊരു കരിയർ ഗൈഡൻസ് ക്ലാസ്സും ഇവർ തന്നു. മൊത്തത്തിൽ നല്ല പരിപാടി അടിപൊളിയായിരുന്നു. നല്ല സന്തോഷമുണ്ട്. എൻ്റെ പേര് അഡോൺ ടോം റോയി. ഞാൻ AG ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചാത്തൻകുളയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ദക്ഷ് ധാർമിക്. എൻ്റെ പേര് ബെന്നറ്റ് ബിജോയ്. എൻ്റെ പേര് ടോം ജോസഫ്. നമ്മളിങ്ങനെ ആദരിക്കുന്ന പരിപാടി നമ്മൾ വേറെ സ്ഥലത്തും പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടി നമ്മൾ വേറെ എവിടെയും കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ ചേച്ചി ഇവിടെ ബ്രില്യൻറ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ബ്രില്യൻറ്റിൻ്റെ പരിപാടി ആയതുകൊണ്ട് വരാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതിന് വന്നതാണ്. ഞങ്ങൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് കിട്ടിയത്. പരിപാടി തികച്ചും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് നടത്തിയത്. ഞങ്ങൾ മുമ്പേ പല പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിലും ഇത്ര നല്ല രീതിയിൽ എവിടെയും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. ബ്രില്യൻറ്റിനും മനോരമയ്ക്കും നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഏത് പരിപാടിക്കാണെങ്കിലും പോകുന്നത്. അപ്പം ഇപ്പോഴും അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയി. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ ഇത് ഇത്രയും വലിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പരിപാടി ഇതുവരെ ഞങ്ങൾ പോയത് വെച്ച് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് +1ലേക്കും +2ലേക്കുള്ള കാര്യങ്ങളും എല്ലാം നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു സംഭവങ്ങളെല്ലാം. താങ്ക് യു മനോരമ. താങ്ക് യു ബ്രില്യൻറ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.